ഈ 13 എന്ന നമ്പർ എങ്ങനെയാണ് അപശകുനമായി മാറിയത് എന്നായിരുന്നല്ലോ ചോദ്യം, അല്ലേ? നിങ്ങൾക്കറിയാമോ, അമേരിക്കയില് മിക്ക ഹോട്ടലുകൾക്കും 13-ാം നിലയില്ല. അതുകൊണ്ട് 12-ാം നില കഴിഞ്ഞാൽ നേരെ 14-ാം നിലയോ അല്ലെങ്കിൽ 12A അതായിരിക്കും അടുത്ത നില. ഉള്ള നിലയിൽ തന്നെ 13-ാം നമ്പർ മുറി ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും ഈ മണ്ടത്തരവും തലയിൽ ചുമന്നുകൊണ്ട് ജീവിക്കുന്നു മനുഷ്യര്. ഇനി 13-ാം തീയതി എങ്ങാൻ വെള്ളിയാഴ്ച കൂടി ആയിക്കഴിഞ്ഞാൽ അന്ന് ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൂടി ഇറങ്ങുകയില്ല. ഈ അന്ധവിശ്വാസം കൊണ്ടുള്ള പേടിക്ക് ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ട്രിസ്കൈഡക്കാഫോബിയ എന്നാണ് അതിന്റെ പേര്. ഈ സൂക്കേട് അതിപുരാതന കാലം മുതലേ ലോകത്തുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസം രൂപപ്പെടാനുള്ള കാരണമായിട്ട് പലരും പലതും പറയുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോ കടന്നു പോകുന്നില്ല. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു കുഴപ്പം മാത്രമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യൻ ആദ്യം വിശ്വസിക്കുന്നു, അതിനനുസൃതമായി അതിനനുകൂലമായ തെളിവുകൾ നമ്മൾ തന്നെ കണ്ടെത്തുന്നു. ശരിക്ക് വേണ്ടത് ആദ്യം തെളിവുകളാണ്. ആ തെളിവുകൾക്കനുസരിച്ചാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മനസ്സിലായല്ലോ? പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത് ആദ്യം പറഞ്ഞതിന് അടിമകളാണ് നമ്മൾ. 13-ാം നമ്പർ ഒരു അപശകുനമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും സംഭവിക്കുന്നത് പോലെ അന്നും എന്തെങ്കിലും ദോഷങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും. പക്ഷേ അതിന് മാത്രം നമ്മൾ ഈ 13-നോട് കൂട്ടിക്കെട്ടുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പ്രക്ഷേപിക്കാൻ തുടങ്ങും. ഞാൻ ഒരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. തന്റെ മഴു നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അയാൾ തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ സംശയിക്കാൻ തുടങ്ങി. അയാൾ ആ പയ്യന്റെ നടപ്പ് നിരീക്ഷിക്കാൻ തുടങ്ങി. അതോടെ അവനിലെ കള്ളനെ അയാൾക്ക് ശരിക്കും ബോധ്യപ്പെടാൻ തുടങ്ങി. അവന്റെ നോട്ടം, അവന്റെ ഭാവങ്ങൾ, അതിലെല്ലാം അവൻ എന്തോ ഒരു കാര്യം ഒളിക്കുന്നതായി അയാൾക്ക് ശരിക്കും ബോധ്യപ്പെടാൻ തുടങ്ങി. ഓരോ ദിവസവും ഓരോ നിമിഷവും അവനിലെ കള്ളനെ അയാൾ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ തന്റെ പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴു അതാ തോട്ടത്തിൽ കിടക്കുന്നു. പെട്ടെന്ന് അയാളിലേക്ക് ആ മഴു മറന്നു വെച്ച സംഭവം എല്ലാം കൃത്യമായിട്ട് ഓടി വന്നു. അതോടെ ആ പയ്യനിലെ കള്ളലക്ഷണങ്ങളും എവിടെയോ പോയി മറഞ്ഞു. മനസ്സ് അങ്ങനെയാണ് സംശയിക്കുന്നത്. അതാണ് സംഭവം. നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളാണ് പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്, പല കുടുംബ ബന്ധങ്ങളും തകരുന്നത്, പല പ്രണയ ബന്ധങ്ങളും വീണുടയുന്നത്, പല ഓഫീസുകളിലും സ്റ്റാഫുകൾ തമ്മിൽ കലഹമുണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ സംശയങ്ങളുടെ പേരിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വെറുതെ സംശയത്തിന്റെ ഒരു വിത്ത് ആദ്യം നമ്മൾ മനസ്സിൽ നടുന്നു, പിന്നെ അതങ്ങ് തീർച്ചപ്പെടുത്തുന്നു. അതിനനുസരിച്ച് തെളിവുകൾ നമ്മൾ കണ്ടെത്തുന്നു. സംശയം ഒരു ഭ്രാന്തായിട്ട് മാറുന്നു. അങ്ങനെയാണ് പല അന്ധവിശ്വാസങ്ങളും രൂപപ്പെടുന്നത്. അല്ലാതെ 13-നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചക്കോ ഒന്നും ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല, ഉണ്ടാവുകയില്ല. കുഴപ്പം നമ്മുടെ മനസ്സിന് മാത്രമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കുട്ടിക്കാലത്ത് എന്നിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഞാൻ ഇത്തിരിയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഇന്ന് ഞാൻ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിതനാണ് എന്നതാണ്. എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നോക്കൂ, ദയവായി അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളുടെ സമയമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ അവസരങ്ങളോ നിങ്ങളുടെ ബന്ധങ്ങളോ ഒന്നും ദയവായി നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.